പരിപാടിയല്ലേ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം തന്നെ പറയണേ. എന്തൊരു പ്ലാസ്റ്റിക്. ഹായ്, ഞാൻ സഫീർ. ഇത് നമ്മുടെ സ്വന്തം എൻ്റെ യാത്രകൾ. ഇത് നാടുകാണി ചുരം, ഊട്ടിയുമായി ബന്ധിപ്പിക്കുന്ന നമ്മുടെ മനോഹരമായൊരു പാത. പക്ഷേ ഈ പാതയുടെ അവസ്ഥ ഇപ്പോൾ കുപ്പത്തൊട്ടിയേക്കാൾ മോശമായൊരവസ്ഥയിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആനകൾ പ്ലാസ്റ്റിക് തിന്നുന്ന ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വൈറലായത്. നമുക്ക് ആ വീഡിയോ കണ്ടാലറിയാം എത്രത്തോളം ഈ ചുരത്തെ നമ്മൾ വികൃതമാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പടിച്ച് പോകരുത്. സ്കിപ്പടിക്കാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നമ്മളടങ്ങുന്ന സമൂഹം ആ കാടിനോട് എത്രത്തോളം വലിയ ക്രൂരതയാണ് കാണിച്ചു കൂട്ടിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. മെയ് മാസം 3-ാം തീയതി ഞായറാഴ്ച VM സാദിഖ് അലിയുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു പറ്റം ആളുകൾ, ഏകദേശം 2000-ൽ കൂടുതൽ ആളുകൾ ചേർന്നിട്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. 30ഓളം വരുന്ന ഓരോ ബാച്ചുകളായി തിരിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പ്രവർത്തനം. ഏകദേശം 7 മുതൽ 10 കിലോമീറ്റർ വരെ തമിഴ്നാട് അതിർത്തിയിലേക്ക് നാടുകാണി ചുരത്തിൽ നിന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് 10ാം നമ്പർ ബ്ലോക്കാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രവർത്തകരും അവിടെ ഉണ്ട്. ഈ താഴെ കാണുന്നതൊക്കെ ആളുകൾ വലിച്ചെറിഞ്ഞ ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്കുകൾ, അതേപോലെ പമ്പേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഒരു ചോലയിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഈ മഴക്കാലത്ത് വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഇത് നേരെ പോയിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വലിയൊരു കുഴിയാണ്, അതിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ചാടും. ഇതൊക്കെ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് പൊറുക്കി കൂട്ടിയതാണ്, കഴിഞ്ഞിട്ടില്ല, ഇനി വരാനിരിക്കണതുള്ളൂ. ഇതിന് അകത്തേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതൊന്നുമല്ല കാണാനുള്ളത്. ഇതിൻ്റെ ഉള്ളിലൂടെ കിടക്കുന്നതൊക്കെ വേസ്റ്റാണ്, കുപ്പി, അതേപോലെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ. ഇനി ഇതിൽ ഈ ചോല ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. അവിടുന്ന് താഴോട്ട് ഒരുപാട് നീളത്തിൽ ഈ ചോല ഒലിച്ചു പോകുന്നുണ്ട്. ഇത് മഴയില്ലാത്തത് കാരണം വെള്ളമില്ല. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡുകളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു കാര്യമില്ല, അതിൻ്റെ നേരെ ചുവട്ടിലാണ് ഈ കാണുന്ന ഇതൊക്കെ. കുഴിയിലിറങ്ങി പറ്റാവുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തു. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അതിന് മറ്റൊരു വഴിയിലൂടെ പോകാൻ കഴിയുള്ളൂ, ഇതിൽ പോകാൻ നമുക്ക് പറ്റില്ല. കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും മറ്റുള്ള വഴിയിലൂടെ നമ്മൾ പോയി. ജസ്റ്റ് സ്ലിപ്പായാൽ താഴെ എത്തും. അങ്ങനെ കുത്തനെയുള്ള ഇറക്കമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് പോയത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്, ഇഴജന്തുക്കൾ ഒരുപാടുള്ള ഏരിയയാണ്. അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് താഴേക്ക് പോയത്. അത്ര ദൂരത്തേക്കൊക്കെ ഒരുപാട് വേസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഭാഗത്തുണ്ട്, പക്ഷേ മുകളിൽ നിന്ന് കല്ലുകൾ വന്നടിഞ്ഞിട്ട് നമുക്ക് അടിയിലുള്ള വേസ്റ്റുകൾ എടുക്കാൻ സാധിക്കില്ല. അത്രയും വലിയ പാറ കഷ്ണങ്ങളാണ് അതിൻ്റെ മുകളിൽ വന്ന് കിടക്കുന്നത്. എന്നാലും ഒരുപാട് ആളുകൾ ഞങ്ങളെ കൂടെ കൂടി. ഞങ്ങളവിടേക്ക് ഇറങ്ങിയത് കണ്ടിട്ട് പിന്നെയും ഒരുപാട് ആളുകൾ വന്നിരുന്നു. അതേപോലെ ഇതേപോലത്തെ നൂലിൽ കോർത്ത് കുറേ ഉണ്ടകൾ നമുക്ക് അവിടുന്ന് കിട്ടി. ഇതെന്താണ് സാധനം എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. നമ്മളതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഈ പരിപാടി കൊണ്ട് മുന്നോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് ഭാഗത്തു നിന്ന് നമുക്ക് എതിർപ്പുകളുണ്ടായിരുന്നു, പിന്നെ പല ഭീഷണികളുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ വാട്സപ്പ്, അതേപോലെ ഇൻസ്റ്റാഗ്രാം പോലത്തെ എല്ലാ പരിപാടികളും റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യാനുള്ള പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പിന്നിൽ ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്ന പല ആളുകളാണ്. എത്രത്തോളം വേസ്റ്റാണെന്നറിയോ ഇതിനകത്തുള്ളത്? പിന്നെ ഡ്രസ്സുകൾ, അങ്ങനെ പല പല സാധനങ്ങളും, നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പല സാധനങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യുന്ന ഈ ഉദ്യമത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഒരു വനപ്രദേശമാണ്, മൃഗങ്ങളുടെ വീടാണ് ശരിക്കും. നമ്മളിട്ട പ്ലാസ്റ്റിക് അവർ ഭക്ഷണമാണെന്ന് കരുതിയിട്ട് അത് കഴിക്കും. അത് ദഹിക്കാതെ വന്ന് ചെറിയ ജീവികൾ അപ്പോൾ തന്നെ ചത്തുപോകും. വലിയ ആന പോലത്തെ ജീവികൾ കുറേ വർഷക്കാലം അത് വയറ്റിനുള്ളിൽ കൊണ്ട് നടന്ന് ചിലപ്പോൾ അതും ചത്തുപോകും. ഇത് ഇത്രത്തോളം വേസ്റ്റ് ഞങ്ങൾ 10ാമത്തെ ബ്ലോക്കിൽ നിന്ന് മാത്രം, അതായത് 10ാമത്തെ നമ്പർ അടയാളപ്പെടുത്തിയ സ്ഥലത്തു നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്തതാണ്.
ഇതേപോലെ തന്നെ 1, 2, 3 അങ്ങനെ ഒരുപാട് നമ്പറുകളുണ്ട്. താഴെ വരെ ഏകദേശം 10 കിലോമീറ്റർ ഇടവിട്ട് 200 മീറ്റർ ഇടവിട്ടാണ് ഒരു നമ്പർ വരുന്നത്. അങ്ങനെ താഴെ വരെ 10 കിലോമീറ്ററോളം ചുറ്റളവിൽ എത്രയോ വേസ്റ്റുകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വേസ്റ്റുകൾ നമ്മൾ എടുത്ത് കളഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവർ ഒരു ആനയുടെ ജീവന് വരെ നഷ്ടപ്പെടുത്തും. ഇത് ശരിക്കൊരു തുടക്കമാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. ടൺ കണക്കിന് വേസ്റ്റുകളാണ് ഇവിടുന്ന് നീക്കം ചെയ്തത്. ഇനി ഒരിക്കലും നാടുകാണിയിൽ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റോ മറ്റ് വേസ്റ്റുകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും മുന്നിട്ടിറങ്ങണം. അതുപോലെ തന്നെ ഇനി മുതൽ പേപ്പർ ചെക്ക് പോസ്റ്റ് വരും. അതേപോലെ അവിടെ വേസ്റ്റ് വരുന്നതിന് ഫൈൻ അടിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കണം. തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.